ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 1/2 kg വാനില സ്പോഞ്ച് കേക്ക് ബേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈയും കൂടെ തരുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിപ്പോകുന്ന കുറച്ച് ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അതിനുള്ള റിപ്ലൈ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദ എടുക്കുന്ന ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ എടുക്കാമെന്നൊക്കെ. ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വടിച്ചിട്ടെടുക്കുക. കുത്തി നിറച്ചെടുക്കരുത്. എന്നിട്ട് ആ ഒരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ വടിച്ചിട്ട് അത് കറക്റ്റ് അളവാക്കി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ തന്നെ വടിച്ചിട്ട് ഒഴിവാക്കുക. നമുക്ക് ആ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇതിൽ വേണ്ട. എന്നിട്ട് ആ ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചതിന് പകരമായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി, 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താ ബേക്കിംഗ് സോഡ ചേർക്കാത്തതെന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു എഗ്ഗ്ലെസ് കേക്കിലേക്ക് മാത്രമേ ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കൽ മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു 3 തവണ അരിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 3 തവണ അരിച്ചെടുക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ് എന്തായാലും കമ്പൾസറി ആയിട്ടും ചെയ്ത് കൊടുക്കണം. മിക്സിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ഭാഗം പൊങ്ങിയിട്ടോ ഒരു ഭാഗം താഴ്ന്നിട്ടോ ഒക്കെ നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ബൗളിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിയിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം. ഈ മുട്ട ബീറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർക്കാം. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിക്കാത്തതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിക്കാത്ത ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക കേട്ടോ. നമ്മൾ ഈ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ടില്ലെങ്കിൽ കേക്കിൻ്റെ മേൽഭാഗം ഒട്ടുന്ന ആ ഒരു പ്രോബ്ലമൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടുന്നത് ഈ പഞ്ചസാര ശരിക്കും മെൽട്ടായി പോവാതിരുന്നാൽ കേക്കിൻ്റെ മേൽഭാഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഷുഗറൊക്കെ ഓവറായാൽ ഇപ്പം ഒരു 1 kg കേക്കിലേക്ക് മാക്സിമം 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ മതി. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ്. അതിലും കൂടുതൽ പഞ്ചസാര ചേർത്താലും മേൽഭാഗം ഒട്ടും. അതുപോലെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അതൊക്കെ അളവിൽ പറഞ്ഞത് കൂടുതൽ എടുത്താലും നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ നമ്മൾ ബാറ്റർ ചെയ്യുന്ന സമയത്ത് ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് സ്ലോലി ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല സ്പീഡിൽ കുത്തി ഇളക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോഴൊക്കെ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ മേൽഭാഗം ഒട്ടിപ്പോവും കേട്ടോ. പിന്നെ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ നന്നായിട്ട് മെൽട്ടാവുന്ന വരെ നമ്മൾ ഉറപ്പ് വരുത്തുക മെൽട്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ബീറ്റ് ചെയ്ത് ഇപ്പോൾ ആ യെല്ലോ കളറൊക്കെ പോയിട്ട് ഇപ്പോൾ വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായും വന്നിട്ടുണ്ട്. അതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൽട്ടാവില്ല എന്ന് പേടിയുള്ളവർക്ക് എന്തായാലും നിങ്ങൾ പൊടിച്ച പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇത് മെൽട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ അടിഭാഗമൊക്കെ ഹാർഡായി പോകും കേട്ടോ, പഞ്ചസാര തരിയൊക്കെ അവിടെ നിന്നിട്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള അളവിൽ കൂടുതലൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോഴൊക്കെയാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഒട്ടലൊക്കെ വരുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. കൂടുതൽ ബീറ്റ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. കൂടുതൽ ബീറ്റ് ചെയ്താൽ നമ്മളെ മുട്ട ഫ്ലഫി ആയതൊക്കെ അങ്ങ് പോകും. നമ്മളിപ്പോൾ ചെയ്തതൊക്കെ വെറുതെ ആവും, ബാറ്റർ ലൂസായി പോകും. എന്നിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ കിട്ടും. പിന്നെ നമ്മൾ നല്ല ഹൈ സ്പീഡിൽ കുത്തി ഇളക്കരുത്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സാവധാനം വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഇത് ഒന്ന് മിക്സായി കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 തവണയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ ഇത് ഒരുപാട് ലൂസ് ആവാനുള്ള കാരണം നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ മുട്ട ഓവറായിട്ടല്ല, നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്ലഫി ആവാതിരുന്നാലൊന്നും ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. പിന്നെ ഇത് ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ഒരു ബീറ്ററിൻ്റെ വാട്ടിനനുസരിച്ചായിരിക്കും അതിൻ്റെ ടൈമൊക്കെ നിൽക്കുക. അപ്പം 300 വാട്ടുള്ള ബീറ്ററൊക്കെ വാങ്ങിക്കുന്നവർ എന്തായാലും 300 വാട്ടുള്ള ബീറ്റർ തന്നെ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ അത് ബീറ്റായി കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് സെപ്പറേറ്റ് കാണിച്ചിട്ടില്ല. നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് തന്നെ റെഡിയാക്കേണ്ട സംഭവമാണ് നമ്മുടെ ഒരു മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കും. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മൾ എത്ര ടാപ്പ് ചെയ്തിട്ടും ബബിൾസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഈ ഒരു മോൾഡ് ഒന്ന് റെഡിയാക്കാൻ നിൽക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കേക്ക് ബേക്കായി വരുമ്പോൾ ഉള്ളിലൊക്കെ നല്ല വലിയ ഹോളായിട്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്ക്യൂർ ഇല്ലെങ്കിൽ പപ്പടക്കോല് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എയർ ബബിൾസ് വരും. പക്ഷേ അതൊന്നും നോക്കേണ്ട, ഒരു 3-4 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറേ സമയം ബാറ്റർ റെഡിയാക്കി പുറത്തേക്ക് വെക്കുകയും ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ 2 കേക്കുള്ള ബാറ്ററൊക്കെ ഒരുമിച്ച് ചെയ്തിട്ട് അത് നമുക്ക് 2 തവണയായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ കേക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ആദ്യം ചെയ്ത കേക്കിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യുക. ബാറ്റർ ഉണ്ടാക്കി ഉടനെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ച രീതിയിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 25 മിനിറ്റിനുള്ളിൽ തന്നെ കേക്ക് ബേക്കായി കിട്ടും. ഇപ്പോൾ ഒരു കമൻറ്റ് എന്തായിട്ടുണ്ടായിരുന്നു, 35-45 മിനിറ്റൊക്കെ നിങ്ങൾ ബേക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് എനിക്ക് 65 മിനിറ്റൊക്കെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഓരോ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും ഒക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തൊരു പാത്രത്തിലേക്കാണ് ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഫസ്റ്റ് ഇത് 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കുക. ലോ ഫ്ലെയിമിലല്ല കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ കൂടുതൽ സമയം നമുക്ക് ബേക്കാക്കി വരേണ്ട ടൈം എടുക്കും. പക്ഷേ നമ്മൾ ഒരു ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ 25 മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇത് ബേക്കായി കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം മോൾഡിൽ നിന്ന് എടുക്കുക. നമ്മളിത് ചെയ്ത ഉടനെ തന്നെ മോൾഡിൽ നിന്ന് എടുക്കരുത്. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മോൾഡിൽ. ഇപ്പോൾ ഞാൻ ഒന്ന് ധൃതി ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡിലൊക്കെ ഒന്ന് ക്രംസൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മോൾഡിൽ നിന്ന് എടുക്കുക. പിന്നെ പൊടിഞ്ഞു പോകുന്ന പ്രോബ്ലമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ട് തണുക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് എടുക്കുമ്പോഴാണ് കേട്ടോ. ഒന്ന് തണുത്ത ശേഷം പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ലെയറാക്കി ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് പറ്റും. പൊടിഞ്ഞു പോകുമൊന്നുമില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കേക്കിൻ്റെ ബേക്കിംഗ് ടൈമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഗ്യാസിൻ്റെയും അല്ലെങ്കിൽ ഓവൻ്റെ ഒക്കെ ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും പറ്റ ലോയിൽ ഇട്ട് കണ്ട് ബേക്ക് ചെയ്യരുത്. അപ്പോൾ കൂടുതൽ സമയം വേണ്ടി കുഴപ്പമൊന്നുമില്ല, കുറേ ടൈം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സമയത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് 25 മിനിറ്റ്, സാധാരണ ഒരു 30 മിനിറ്റൊക്കെ ആവും. പക്ഷേ ഇത് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നതുകൊണ്ട് തന്നെ 25 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ. 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബേക്കായി കിട്ടും. കോൺഫ്ലോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും വേണ്ടി വരിക. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് നിങ്ങൾ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ വേറെ ഡൗട്ട് ഉണ്ടായിരുന്നത് നടുഭാഗം ബേക്കാവുന്നില്ല എന്നാണ്. അങ്ങനെ വരാനുള്ള കാരണം ടെമ്പറേച്ചറിൻ്റെ മാറ്റം തന്നെയാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് സമയമാകുമ്പോൾ പുറമേക്ക് കാണുമ്പോൾ നല്ല ബേക്കായി വന്നിട്ടുണ്ടാവും, പക്ഷേ ഉൾഭാഗം ബേക്കായിട്ടുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ബേക്കാക്കി എടുക്കുക. അങ്ങനെ കവർ ചെയ്യാതെ നമ്മൾ വീണ്ടും ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് മുകൾ ഭാഗം നല്ല ഹാർഡായി പോവും. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
പിന്നെ വേറൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടുഭാഗം കുഴിഞ്ഞു പോവാന്ന്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 30 മിനിറ്റ് കേക്കിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിന് മുമ്പായിട്ട് 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് ആ ഒരു ഭാഗം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് പുറത്തേ നിന്നുള്ള ആ ഒരു തണുത്ത ടെമ്പറേച്ചർ, ആ തണുത്ത എയർ ആ ഒരു കേക്കിലേക്ക് വരുമ്പോൾ, ചൂടുള്ള ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അത് ഇതുപോലെ തന്നെ കുഴിഞ്ഞു പോകാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു 25 മിനിറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോഴോ തുറന്ന് നോക്കിയാൽ മതി. പിന്നെ ബേക്കിംഗ് പൗഡർ കൂടിയാലും ഇങ്ങനെ സംഭവിക്കും. പിന്നെ നമ്മൾ ബാറ്റർ നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ട് മിക്സ് ചെയ്താലും ഇതുപോലെ സംഭവിക്കും. ഓവറായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് എയറൊക്കെ കിടന്നിട്ട് അങ്ങനെ ആകുമ്പോഴും ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓവറായിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് ടെമ്പറേച്ചർ, ഇപ്പം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇടുമ്പോഴും ഇങ്ങനെ സംഭവിക്കും കേട്ടോ. പിന്നെ കേക്ക് പൊങ്ങുന്നില്ല, സോഫ്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബേക്കിംഗ് പൗഡറും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലഫി ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും ആവും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ വേറെ ഡൗട്ടായിരുന്നു, 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ടും ഹൈറ്റ് കിട്ടുന്നില്ല. 1 kg ബാറ്ററൊക്കെ 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചാൽ നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കേക്ക് ബാറ്റർ റെഡി ആക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നതുകൊണ്ടായിരിക്കും ഹൈറ്റ് കിട്ടാതിരിക്കുന്നത്. പിന്നെ ഐസിങ് ചെയ്യുമ്പോഴുള്ളൊരു ഡൗട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ചില ലെയർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഓവറായിട്ട് വെറ്റ് ആകുമ്പോൾ നമ്മൾ അതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കുമല്ലോ, പാലൻ നൈഫ് ഉപയോഗിച്ച് സ്പ്രെഡ് ആക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു പ്രോബ്ലമാണ്, നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് കഴിയുമ്പോഴും കേക്കിൻ്റെ ക്രംസ് ഇങ്ങനെ ഒരു ക്രീമിൽ കാണുന്നു. അപ്പോൾ അത് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട്. ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതെല്ലാം റെഡിയാക്കണം. പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്തിന് ക്രീം അതിൽ സ്പ്രെഡ് ആക്കുമ്പോൾ കേക്കിൽ തട്ടാതെ വേണം നമ്മൾ ക്രീം സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാലൻ നൈഫ് കേക്കിൽ തട്ടാതെ സ്പ്രെഡ് ആക്കിയാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ ക്രം കോട്ടിങ് കഴിഞ്ഞ് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ഫ്രീസറിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ താഴെയാണെങ്കിൽ അരമണിക്കൂർ അത് വെച്ചതിന് ശേഷം നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറെ ഡൗട്ട് ഉണ്ടായിരുന്നത്, കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും, പിന്നെ അത് ഹാർഡായി പോകുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ചിലപ്പോൾ ഷുഗർ സിറപ്പ് തീരെ അവർ ചേർക്കാത്തത് കൊണ്ടാവും. അങ്ങനെ ആകുമ്പോഴും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഹാർഡായി പോകും. കുറച്ചൊക്കെ ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത്, കേക്ക് ബേക്കായി വരുമ്പോൾ നമ്മുടെ ആ ഒരു കേക്ക് ടിന്ന് സൈഡൊക്കെ കളർ ചേഞ്ച് വരുന്നതെന്ന്. അപ്പോൾ അത് എൻ്റെ കേക്ക് ടിന്നിനും ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ പാത്രത്തിലൊക്കെ ഒരു ഒട്ടൽ വരുന്നത് കാണാൻ പറ്റില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു യെല്ലോ കളർ പോലെ അതിൽ വരുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യം അതുതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു റിപ്ലൈ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേയൊക്കെ ചോദ്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്